ഓരോന്ന് ആക്രമിക്കപ്പെടാം. ഒരു വിഷയം ചോദിക്കും. കൃഷിയുടെ കാര്യം ചോദിച്ചില്ലേ? ഞാൻ സ്വന്തമായി കൃഷി ചെയ്ത അത് കരിങ്കോഴി കൃഷി ആയിക്കോട്ടെ, ഏത്തവാഴ കൃഷി ആയിക്കോട്ടെ, വെണ്ട ആയിക്കോട്ടെ, എന്ന് വേണ്ട നെൽകൃഷി ചെയ്യാൻ ഞങ്ങളുടെ നാട്ടിൽ നെൽകൃഷി ചെയ്യാനുള്ള സ്പേസ് ഇല്ല. നെൽകൃഷി ഒഴിച്ച് ഒരുവിധപ്പെട്ട ചീനി ഉൾപ്പെടുത്ത എല്ലാ കൃഷികളും ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ. ഒരു കർഷകൻ ഉണ്ടാവുന്ന എല്ലാ ബുദ്ധിമുട്ടും എനിക്കറിയാം. ഞാൻ എൻ്റെ വണ്ടിക്കകത്ത് കൊലയും എടുത്തിട്ട് ഒരു കടയെ കൊണ്ട് ചെന്നിട്ട് കടയിൽ നമ്മൾ ഈ കൊല വേണോ എന്ന് ചോദിക്കുന്ന സമയത്ത് ഈ കടക്കാരൻ ഇത് വേണ്ട, ഇതുവരെ കെട്ടിത്തൂക്കിയിട്ട കൊലകൾ അവിടെ പഴുത്ത് കരിഞ്ഞുണങ്ങി നിൽക്കുന്ന കൊലകൾ ചൂണ്ടിക്കാണിച്ചുണ്ടെങ്കിലേ ഇത് നമുക്ക് എടുക്കാൻ ഇപ്പോൾ പറ്റത്തില്ല, കാര്യം വിറ്റ് പോകുന്നില്ല എന്ന് പറയുമ്പോൾ കൃഷിഭവനിൽ അല്ലെങ്കിൽ നമ്മൾ രാവിലെ വെളുപ്പാങ്കാലത്ത് വിപണിയിൽ നമ്മൾ കൊടുത്ത് ഇത് വെളുപ്പിനെ അവിടെ നിന്ന് വിറ്റ് പറയുന്ന വിലയ്ക്ക് ഇത് വിറ്റ് കൊടുക്കുമ്പോൾ ഒരു വാഴയുടെ കന്ന് 10 രൂപയ്ക്ക് വാങ്ങിയിട്ട് ഇത് 2 ആഴ്ച കഴിയുമ്പോൾ തൊട്ട് ആദ്യത്തെ വളവും നമ്മൾ ചെയ്തു തുടങ്ങി. ഇത് ആദ്യത്തെ മുള പൊട്ടി കഴിയുമ്പോൾ തൊട്ട് വളവും ചെയ്തു തുടങ്ങി. മക്കളെ നോക്കുന്ന കണക്ക് വാഴ നോക്കിയിട്ടുള്ള ഒരാളാണ് ഞാൻ. ഫുൾ ടൈം ഞാൻ ഈ വാഴയുടെ പോയി ഒരു കുഞ്ഞില കരിഞ്ഞു കഴിഞ്ഞാൽ ഞാനത് കട്ട് ചെയ്ത് കളയും. അങ്ങനെ നമ്മൾ ഒരു 9 മാസം കൊണ്ട് ഒരു ഏത്തക്കൊല നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പോഴത്തേക്ക് അതിനകത്തുനിന്ന് മാക്സിമം പോയ 9 കിലോ 10 കിലോ ഏത്തക്കൊല കിട്ടും. ഈ 10 കിലോ ഏത്തക്കൊല ആ വാഴ അതേ കണക്ക് നോക്കി നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പോഴത്തേക്ക് ചിലവായിട്ട് വരുന്ന ഒരു തുകയുണ്ട്. നമ്മൾ വിൽക്കുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്ന തുകയുണ്ട്. പക്ഷേ ഈ കർഷകന് കിട്ടുന്നതിനെക്കാട്ടി ഏറ്റവും കൂടുതൽ ലാഭം കിട്ടുന്നത് കൃത്യസമയത്ത് വിറ്റുപോയാൽ കച്ചവടക്കാരനാണ്.